ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ തുളസി വിവാഹത്തിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ തുളസി വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ ഇതായിട്ട്. പിന്നെ ചിലരുടെയൊക്കെ വീട്ടിലിങ്ങനെ ചുന്തടിയൊക്കെ ഇട്ടിട്ടുള്ളത് ഇത് കണ്ടിട്ടുണ്ട് തുളസിയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുകളിലുള്ള ബ്രാഹ്മൺസ് അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സുനിലാബൻ നിങ്ങളുടെ തുളസീനെ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, കാരണം അവരുടെ വീട്ടിൽ കുഞ്ഞിയ തുളസിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരങ്ങനെ അമ്പലത്തിൽ സേവ ചെയ്യാനൊക്കെ പോണതാണ്. ദേവിക്ക് സാരി ഉടുപ്പിക്കാനൊക്കെ വലിയ ദേവിമാരം ഇവിടെ നാട്ടിലെ പോലെ ആണുങ്ങൾ പൂജാരികളുണ്ടെങ്കിലും പെണ്ണുങ്ങൾ ഇവിടെ സേവയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഭാവി ബ്രാഹ്മണരാണ്, അവർ അമ്പലത്തിൽ പോയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെയ്യാൻ വരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ നിന്ന് ചുന്തടി കൊണ്ടുവരാം, പൂ കൊണ്ടുവരാം. അപ്പോൾ ചുന്തടി എന്ന് പറയണത് ഈ സാധനത്തിനാണ് ചുന്തടി എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളിവിടെ ദേവിക്കൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. കാരണം നമ്മൾ പറയില്ലേ, ചേരാന തിന്നണ നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടണം തിന്നണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ ആചാരങ്ങൾ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയ്യിലുണ്ട്, പക്ഷെ പുതിയത് വേണമല്ലോ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ പഴയത് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവർ പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാകേഷിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ബാബി പറഞ്ഞു അവർ അമ്പലത്തിൽ നിന്ന് ഇത് കൊണ്ടുവരാൻ പൂ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ രാകേഷിടെ പറഞ്ഞു, അത് വേണ്ട, നമ്മുടെ വീട്ടിലത്തെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുക. അങ്ങനെ ഞാനും രാകേഷേട്ടനും രാകേഷിയുടെ ഓഫീസിൽ നിന്ന് പോയി വന്നപ്പോൾ ഞങ്ങൾ ഇത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. ചുന്തടി അതുപോലെ എന്തൊക്കെ വേണമെന്ന് അവരോട് ചോദിച്ചു തന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പറയും ശൃംഗാരം എന്ന് പറയുന്നത്. ശൃംഗാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കണ്ണാട ചില്ലില്ലേ നമ്മുടെ മുഖം നോക്കാൻ, പിന്നെ ഇത് മൈലാഞ്ചിയാണ്, ഇത് വാള, അടിയിൽ റിബൺ, ഇത് പൊട്ട്, പിന്നെ ചീർപ്പ്. വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൺമഷി, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ ഉണ്ടാവുണ്ട്. എനിക്ക് ചെറുതാണ് കിട്ടിയത്, അപ്പോൾ അത് കാരണം ഞാൻ ചെറുത് വാങ്ങിച്ചു. പിന്നെ അതുകൂടാണ്ട് ഇത് ആണ് കെട്ട. ഈ ചുന്തടിയില്ലേ തുളസീര മാതാജിന്ന വയൽ വരുന്നത്, തുളസീര തലയിലിട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഇത് വെച്ചിട്ട് ഒരു 7 കെട്ട് കെട്ടിയിട്ടില്ലേ, അത് ചുറ്റിക്കെട്ടെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ കല്യാണം അങ്ങനെ നടത്തുന്നു. പിന്നെ അതിന് പൂക്കൾ വേണം. അപ്പോൾ ഒരു കവർ പൂ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പലതരം ഉണ്ട്. പിന്നെ തിരി കത്തിച്ച് വയ്ക്കും. ഇത് ഇവിടുത്തെ കണ്ട ചിരാത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നല്ല വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ ദീപാവലിയുടെ ചിരാതൊക്കെ യൂസ് ചെയ്തത്. അപ്പോൾ പുതിയത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അതുപോലെ ഇത് പുതിയത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ഇത് കുങ്കുമം ഇട്ട് വയ്ക്കുന്ന ഡബ്ബയാണ്, യൂസ് ചെയ്തിട്ടില്ല. ഇന്നിന് കുങ്കുമം പുതിയത് വാങ്ങിച്ചിട്ട് ഇതിലിടണം. വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കുങ്കുമം പിന്നെ എല്ലാവരും കാണുന്നതല്ലേ. ഇത് കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി. എൻ്റെ കയ്യിലുണ്ട് വേറെ സൈസ്, ഒരു എന്താ പറയുക 2 നമ്മുടെ അരയന്നങ്ങളില്ലേ ഉള്ള അതിൻ്റെ ഉള്ളിലാണ്. അത് മാർബിളിൻ്റെ ആണ് ഇത് എൻ്റെ കയ്യിലുള്ളത്. അതുകൂടാണ്ട് ഇതും എൻ്റെ പൂജയ്ക്കൊക്കെ ഞാൻ ഗണപതിക്കൊക്കെ യൂസ് ചെയ്തതാണ്. ഇതിൽ മഞ്ഞൾ, അതുപോലെ ഇതിൽ പച്ചരി വെച്ചിട്ടില്ലേ, അത് എന്താ പറയുക പൂജയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വക സാധനങ്ങളാണ് യൂസ് ചെയ്യുക. ഇനി കല്യാണം ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കത്തിച്ച് വയ്ക്കും. എന്നിട്ട് അതുമെന്ന് ഒരു 11 ഇല കൃഷ്ണ ഭഗവാന് സമർപ്പിക്കണം. അങ്ങനെയൊക്കെയാണ്. ചിലവരുടെ കയ്യിൽ സാളഗ്രാമം എന്ന് പറയും. സാളഗ്രാമം ഉണ്ടെങ്കിൽ തുളസിജിയുടെ അടിയിൽ തൈൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കുന്ന പറയുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് തുളസി വിവാഹം തന്നെ ചെയ്യാൻ പോണത്. അതും നമുക്ക് ഒരു കൂട്ടർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ചെയ്തോ. പിന്നെ അവരുടെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിൽ നല്ലത് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൊടുക്കണതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ രാകേഷ് എന്നോ ഞാൻ തമാശയ്ക്ക് കളിയാക്കി പറഞ്ഞു, നിങ്ങളുടെ മോളെ കല്യാണം നാളെ ഇന്നലെ വന്നപ്പോൾ എൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, തുളസിയുടെ കല്യാണമാണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു പുതിയ അറിവ് കിട്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇനി കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ, കാരണം ആ ബാബി സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ തുളസി വിവാഹത്തിന് വേണ്ടത്. പാല്, പൂക്കൾ, പായസം, അതുപോലെ കുങ്കുമം, പച്ചരി, വെള്ളം. ഞാൻ പിന്നെ തുളസിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് സാസ്തിക വരച്ചുവിട്ട. സാസ്തിക എന്ന് പറയുന്നത് എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും ഇവിടെ അതാണ് ആദ്യം തന്നെ വരയ്ക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് ശൃംഗാരം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വള, പൊട്ട്, കണ്ണാട, ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. മൈലാഞ്ചിയൊക്കെ ഇവിടെ എല്ലാത്തിനും മൈലാഞ്ചി വേണമല്ലോ, കല്യാണത്തിന് മെഹന്തി എന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ചുന്തഴി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ചരടും ഒരു 7 കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. 7 കെട്ട് കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 7 കെട്ട് കെട്ടിയിട്ട് പിന്നെ 2 വട്ടം ഇങ്ങനെ വളച്ച് കെട്ടി. ആ കെട്ടണതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ അടുത്ത് തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയുണ്ട്, അതും കൂടി ഇടയിൽ കയറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പൊട്ട് തൊടിയിച്ച് കൊടുത്തു. മണവാട്ടിയാകുമ്പോൾ പൊട്ട് വേണമല്ലോ.
അത് കഴിഞ്ഞ് ഇതേ തിരി കൊണ്ടുവന്ന് കത്തിച്ചു കിട്ടാം. നെയ് വിളക്കാണ് ചിരാതിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പച്ചപ്പാൽ അത് പച്ചപ്പാൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്, തിളപ്പിച്ചത് പറ്റില്ല. അപ്പോൾ പച്ചപ്പാൽ, അതുപോലെ പൂക്കൾ, പൂവ് തലയിൽ ഒരെണ്ണം വെച്ചു, പിന്നെ അതേ താഴത്ത് ഒരെണ്ണം വെച്ചു. ഒരു റോസ് പൂവ് ഉണ്ടായിരുന്നു, നല്ല പൂവ്, അതെടുത്തിട്ടാണ് ഏറ്റവും മുകളിൽ തലയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം കൊടുത്തു. ഞങ്ങളിങ്ങനെ പുറത്തേ ചെടി വയ്ക്കാനായിട്ട് സൗകര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ പുറത്തൊരു കല്ലിട്ടിട്ട് അതുമല്ലാണ് 2 ചെടിച്ചട്ടി വെച്ചിട്ടുള്ളത്. അതിൽ അത്യാവശ്യം വേണ്ട ചെടികളൊക്കെ ഉണ്ട് എൻ്റെ. അത് കഴിഞ്ഞ് ചന്ദനത്തിരി കത്തിച്ചു. ചന്ദനത്തിരി കത്തിച്ചിട്ട് അതും വന്നാണ് വിളക്ക് കത്തിച്ചത് കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുക, ആദ്യം ചന്ദനത്തിരി കത്തിച്ചിട്ട് ചന്ദനത്തിരി കൊണ്ടാണ് വിളക്ക് കത്തിക്കാറ്. അത് കഴിഞ്ഞ് ഒരു 7 വട്ടം തുളസീനെ ഒന്ന് ഒഴിഞ്ഞു. 2 ചട്ടിയിലും തുളസിയുള്ള കാരണം 2 ആളെയും ഒഴിഞ്ഞു, 2 ആൾക്കും കൊള്ളണ പോലെയായിട്ടാണ് ഒഴിഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് അതുമൊന്ന് ഒരു 11 ഇല തുളസിയില പൊട്ടിച്ചെടുത്തു. കാരണം കൃഷ്ണന് 11 ഇല സമർപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഓരോ അറിവ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 2 തുളസിമൊന്നും പൊട്ടിച്ചു, 11 ഇല. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലൊരു 3 കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് നമ്മുടെ ഗുരുവായൂരത്തെ കൃഷ്ണനാണ്, ഏറ്റവും ചെറുത് ഇവിടുത്തെ ഡാക്കോറിൽ. അപ്പോൾ മിഡിലുള്ള ആൾക്കാണ് ഞാൻ രാഖി കെട്ടാറുള്ളത്. അങ്ങനെ 11 തുളസിയുടെ ഇലയും ശ്രീകൃഷ്ണന് സമർപ്പിച്ചു. പിന്നെ ചുമരുമ്പോൾ ഒരു നല്ലൊരു കൃഷ്ണനുണ്ട് കേട്ടോ, ആ കൃഷ്ണനും ഞാൻ പ്രാർത്ഥിച്ചു, കാരണം എല്ലാവർക്കും ഒരാൾ തന്നെയല്ലേ അങ്ങനെ. അത് കഴിഞ്ഞതേ പാല് വീണ്ടും എടുത്ത് ഒന്ന് കല്യാണം കഴിഞ്ഞു കൊടുത്തു. നമ്മൾ പറയില്ല നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് നൈറ്റിന് പാല് കൊടുക്കുന്ന പോലെ വെച്ചു. ഒരു കൃഷ്ണൻ്റെ ചെറിയ ഇതുള്ളത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടാ. പിന്നെ കല്യാണത്തിനാവുമ്പോൾ പായസം അല്ലേ നമ്മുടെ മെയിൻ, അപ്പോൾ പായസം വെച്ചു, അത് സമർപ്പിച്ചു. ഇവിടെ സാളഗ്രാമം ഞാൻ പറഞ്ഞില്ലേ, അതില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ വലിയ കൃഷ്ണനെ കൊണ്ടുവന്ന് അടുത്ത വെച്ചേട്ടാ. പിന്നെ അതേ അരി, അതുപോലെ കുങ്കുമൊക്കെ ഒന്ന് നമ്മൾ തലയിൽ ഇങ്ങനെ തൂളി കൊടുക്കും, അത് ചെയ്തു. അങ്ങനെ നമ്മുടെ തുളസി വിവാഹം വളരെ ഭംഗിയായി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞിങ്ങനെ കണ്ണ് വെട്ടാണ്ടിരിക്കാൻ നമ്മുടെ നാട്ടിൽ ചെയ്യില്ല, അതുപോലെ തന്നെ കൈ കൊണ്ട് ഇതാക്കി പൊട്ടിക്കണം എന്ന് പറയും, അതൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയ്ക്ക് എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ തുളസി വിവാഹം ആദ്യമായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ ഇതിൽ മുന്നേ കണ്ടിട്ടുണ്ടോ, ഇതിനേക്കാളും വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എവിടെയൊക്കെ ഇരുന്നാണ് ഈ വീഡിയോസ് കാണണമെന്ന് വെച്ചാൽ അതും എനിക്ക് കമൻ്റായിട്ട് ഇടണേ. ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗൈൻ. ബൈ.